മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ല ഇത് ഇങ്ങനെയാണോ ദേവിക? നമുക്ക് എല്ലാം കുരു. മൂന്ന് കുരുവായി. പാത്രം കണ്ടുപിടിച്ചു. നമുക്ക് ഇന്നൊരു ഗസ്റ്റിംഗ് ചാലഞ്ച് ചെയ്താലോ? ഈ പെട്ടിയിലകത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഗോപിദേവി ഓരോ സാധനം കൊണ്ട് വെക്കും. അപ്പൊ നമ്മളിങ്ങനെ തൊട്ടിട്ട് ഗസ് ചെയ്യണം. തൊട്ടു ഗസ് ചെയ്തിട്ട് അപ്പൊ പറയണ്ട, ഞാൻ ചോദിക്കും. ചോദിക്കുമ്പോഴത്തേക്ക് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പിടി കിട്ടിയോ? തുടങ്ങാം. ഓക്കെ, സാധനം വെച്ച്. ഓ കിട്ടും. മനസ്സിലായി. എല്ലാരും കൂടെ പറഞ്ഞു. ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. തിരിയാൻ പോകും. തിരിഞ്ഞു പോയി. മനസ്സിലായോ? ഒളിച്ചു വെക്കുന്നു. പറഞ്ഞോ? ആ ഓക്കെ ഓക്കെ. എന്ത് എല്ലാം പഠിച്ചു വെച്ചേക്കും. ഇനി അടുത്തത്. സാധനങ്ങളൊക്കെ എടുത്ത് വെയും. നോക്ക്, നിങ്ങൾ ഇത്രയും ബ്രില്യന്റ്. ഓക്കെ, വെച്ചിട്ടുണ്ട്. പറഞ്ഞോ? ഓക്കെ, പതുക്കെ തൊടണം. അത് പ്രസ് ചെയ്ത് തന്നെ നശിപ്പിക്കല്ലേ. ഏതായെന്ന് വെച്ചാ പറഞ്ഞോ? ആ ഓക്കെ ഓക്കെ. ഒരാൾ മാത്രം മലയാളം. മലയാളം വേണമെന്ന് ചോദിച്ചു. ഇനി 2 ഐറ്റം കൂടെ ഉള്ളൂ. ഇത് തൊട്ടിട്ട് കൈ നോക്കാനൊന്നും പാടില്ല. കൈ ഒന്നും ചെയ്യല്ലേ, കൈ നോക്കാതിരുന്നാ മതി. കയ്യിലാവും അത്.
കൈ നോക്കാൻ പാടില്ല കേട്ടോ. കൈയൊന്നും നോക്കുന്നു അതിന് എടുത്തോണ്ട് പോകും. ഇല്ല. മതി, മതി, sorry. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി. കൈ എന്ത് ചെയ്തിട്ട്? കൈ ബാക്കിലോട്ട് വെച്ചോ. ഓക്കെ. ആ. കുറച്ച് സമയം കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ എല്ലാം കൂടെ ഫുൾ പ്ലേറ്റിലാക്കണ്ട, ഒരിടത്ത് വെച്ച്. സമയായി സമയായി സമയായി. കൈയെടുത്തോ കൈയെടുത്തോ. എന്നാലും ഗസ് ഗസ് കറക്റ്റ് ആയിരിക്കും. ശരി, കയ്യിൽ എന്നെ ഉറപ്പ് വരുത്തിയിട്ട് എന്നാലും ഓക്കെയാണ്. ഏവീരെ ഗിഫ്റ്റുകളെല്ലാം പൊട്ടായത് അല്ല, ഏവീരെ ഗിഫ്റ്റ് ഒന്ന് ഏവീര നേരത്തെ ചോർത്തിയൊന്നുമില്ല. കണ്ടുപിടിച്ചാണ് എന്നെ തകർത്തത്. ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഇനി ഞാൻ വെക്കും, മാളവിക വെക്കും, ഇവര് മൂന്നുപേരും ഗസ് ചെയ്യും. ഓക്കെ, കണ്ടുപിടിക്കും. എന്നാ കണ്ടുപിടിക്ക്. തിരി തിരി. ആദ്യത്തെ സാധനം ഞാൻ ഞാൻ ചെറുതൊന്നും ഞാൻ ഇവിടെ കാണിച്ചില്ല. ഓക്കെ. അത് ഞാനാണ്. ഓ, ഞെക്കി പീത്താൻ പറ്റൂല, അങ്ങനെ തന്നെ വെക്കണം. അത് ഞെക്കാൻ പറ്റൂല. ഇത് നീ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ല, ഇത് ഇങ്ങനെയാണോ ഈ സാധനം? അതൊന്നും പറയാൻ പറ്റില്ല, അത് കണ്ടുപിടിച്ചാ മതി നീ. മതി, ഏഴ് സമയം കഴിഞ്ഞു. ഞാൻ 1 മിനിറ്റ് അടുപ്പിച്ച് തന്നെ. ഇത് പറയണ്ട. കുറെ സാധനങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇല്ല, നീ വെയ്, മതി. അടുത്ത കൈ നോക്കല്ലോ. വല്ല മനസ്സിലായോ നിനക്ക്? ദേവിക ചിലപ്പോ പറയും. ഓക്കെ, അത് ദേവിക. ഒരെണ്ണേ ഉള്ളൂ. ഓ, ഈ വീട്ടിൽ ഉണ്ട്. മനസ്സിലായ? ഓക്കെ, അപ്പൊ ആദ്യം ഗസ് ചെയ്ത ആൾക്കാര് പറഞ്ഞു. അല്ല, ആദ്യം ഗോകുലവി പറഞ്ഞു. നീ ലാസ്റ്റ് പറഞ്ഞാ മതി, നിനക്കറിയാലോ. നോക്കരുത്, പറ. നീ ഗസ് ചെയ്ത പറയടി. ഓക്കെ, അപ്പൊ ചിക്കുവിന് 1 പോയിന്റ്, നിങ്ങൾക്ക് 2 പൂജ്യം. റൗണ്ട് ഷേപ്പായോണ്ടാണ് പുളി എന്ന് പറഞ്ഞാൽ ലഡു എന്ന് പറയുന്നത്. വേണോ? വേണ്ട. അതിന് ശേഷം ഈത്തപ്പഴം ഉണ്ട്. തിരിച്ചോ, തിരിഞ്ഞോ. വെക്കട്ടാ വെക്കട്ടാ. ആ, തിരിഞ്ഞോ. നിക്ക് 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 നിക്ക്. ഓക്കെ, ഗസ് ചെയ്താ എടുത്തോണ്ട് പോവരുത്. അടുത്ത ഗോകുലേവി.
കൊറേ സാധനം ഉണ്ട്. ഇതെന്തേര്? അതല്ല, ആ സാധനത്തിന്റെ തന്നെ കൊറേ ഉണ്ടെന്ന്. ഇത് സിമ്പിൾ. സിമ്പിൾ. ആ സിമ്പിൾ സിമ്പിൾ. കയ്യിലെടുത്ത് തടിയവേ. ഇല്ല ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല. ചെറുത്. ഓക്കെ, അപ്പൊ അറിയാന്നുള്ളവര് പറയണ്ട. ദേവിക. നമുക്ക് എല്ലാം കുരു. മൂന്ന് കുരുവായി. നിവേദ്യ. കടല. റൈറ്റ് ആൻസർ. കടലെന്ന് പറയണോ? വെള്ളക്കടലെന്ന് പറയണോ? ഓ, കടല, കല്ല്. അത് വീട്ടിൽ വേദിക്കുന്നുണ്ട്. ഒരേ ഷേപ്പില്ല, നമ്മളോട് വിചാരിച്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം ആര്? ദേവിക ഇങ്ങോട്ട് നോക്കണം ഫേസ്. പിന്നെ രണ്ടുത്തരമുണ്ട്. ഒരു ഉത്തരം പറ്റും. കിട്ടി. അടുത്ത നിവേദ്യ. ഒരെണ്ണേ പറയാൻ പറ്റും. ഇല്ല, ആകെ ആദ്യം ഒരുമിച്ച് പറയുന്ന 3 പേർക്ക് അറിയാം. അതെ, ആ ഒരുമിച്ച് പറഞ്ഞോ. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട്. എന്റെ എഴുതില് മറ്റേ 2 സാധനമുണ്ട്. മേലെ ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണോ അതാ മറ്റേ വെള്ളത്തിൽ ഇടുന്ന സാധനമാണോ? അതാ തൊണ്ട് വല്ലതാണ്. ഓക്കെ, ഇനി അവൾമാർ രണ്ടിനും ഒരുമിച്ച് ഗസ് ചെയ്യും. പറ. റെഡി 1 2 3 സ്റ്റാർട്ട്. നിന്റേത് നിന്റേത് നീ ഒരെണ്ണത്തിൽ ഉറപ്പിച്ചോ? 3 ഉറപ്പിച്ച്. വെള്ളം തിളപ്പിക്കുന്നതാണ്. എടുത്തു നോക്ക്. അത് രാമച്ചാണ്, മറ്റേ കുളിക്കുന്ന. ഉറപ്പിക്കാൻ പറഞ്ഞിട്ട് ഉറപ്പിച്ചില്ലല്ലോ. അതെനിക്കറിയാം. അപ്പൊ തിരി ഇല്ല, റൈറ്റ് ആൻസർ പറഞ്ഞില്ല. അതെടുത്ത് മാറ്റ്. അടുത്ത സാധനം ഓക്കെ, തിരിഞ്ഞോ. പറയണ്ട, മനസ്സിൽ വെച്ചിരുന്നാ മതി. ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും കിട്ടുന്ന ഉത്തരം മതി. അത് ഉറക്കെ പറയടി അങ്ങോട്ട്. ക്ലൂ ഒന്നും കൊടുക്കണ്ട. നോക്കല് പറ്റൂല. കൂടി നിന്റെ കൂടെ പെട്ടി എനക്കതെ. നിവേദ്യ എവിടെ പോണ? സമയായി. നിന്റെ സമയം കഴിയാറായി. ഓക്കെ, ആദ്യം നിവേദ്യ. ദേവിക ഗസ് ചെയ്യട്ടെ. ആ ദേവിക ഗസ് പറ. തിരി. നിന്റത് ഗസ്. ഒരു ഗസ് പറ. പൊടി പറ. ഓക്കെ, അറിഞ്ഞൂടാ. ആ, നിന്റെ ഉത്തരം ചോക്ക്.
നിങ്ങളുടെ 5ാമത്തെ സാധനം പോയിന്റുകൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചിക്കു പുളി പറഞ്ഞ് എനിക്ക് പോയിന്റ് പൊന്ന് പൂജ്യം. മറ്റേ ഇത് കഴിവ് അര പോയിന്റ് ഒന്നും ഇല്ല ഇവിടെ. അയ്യോ അതെന്തെന്ന് ഞാൻ ക്യാമറയിൽ കാണിച്ചില്ല. എടാ ഇത് കൈ പറ്റൂ, കൈ അതുകൊണ്ട് എടുത്ത് നോക്കണ്ട. പിന്നാലെയാണോ പിന്നെ കയ്യിൽ വീട്ടുവരാൻ വേണ്ട, അതൊരു സാധനത്തിനകത്ത് ഇരിക്കുന്നേണ്, അതൊരു സാധനത്തിൽ ഇരിക്കുന്നേണ്. നിവേദ്യ കൈ നോക്കല്ലേടി, നിവേദ്യയുടെ കൈ നിങ്ങൾ നോക്കരുത്. ഓക്കെ ആ കയ്യിലാവേ. അതെ ഒരു പ്ലാസ്റ്റിക്കിൽ അത് വെച്ചേക്കുന്നതാണ്. ആ കേക്കിന്റെ പ്ലാസ്റ്റിക് സാധനം. നോക്കാതെ കൈ എടുത്തോ. ആ ഒരു ഉത്തരം. ഓക്കെ ദേവിക തൊടുന്നില്ലേ? ഓക്കെ ഗിഫ്റ്റ് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. പ്രോത്സാഹന സമ്മാനം എല്ലാവർക്കും ഒരേ സമ്മാനവും. ഓക്കെ ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. അപ്പൊ ബൈ ഗൈസ്, നമുക്ക് അടുത്ത ചലഞ്ച് ആയിട്ട് കാണാം.